നമ്മുടെ എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഓരോ ദിവസവും ഓരോ സ്റ്റോറികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും സിനിമയിൽ നിന്നുള്ളവരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും എല്ലാം തന്നെ, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു വിഷയത്തില് ഓരോ വിഷയത്തിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രമാത്രം വിവാദമായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു സീനുകൾ കട്ടാക്കണമെന്നോ അത്തരത്തിലുള്ള ഒരുപാട് രീതിയിലെ സംസാരങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് നടന്നിരുന്നു. പക്ഷെ ഒരിക്കലും നിയമപരമായിട്ട് ഒരു തരത്തിലുള്ള നടപടി ഒന്നും വന്നിട്ടില്ല. പക്ഷെ ആ സിനിമയിലെ പല പോർഷൻസും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് വെട്ടിക്കുറച്ച് കൃത്യമായ അളവിലേക്ക് മാറ്റണം, റീസെൻസറിങ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഏകദേശം പൂർത്തിയായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ സുരേഷ് ഗോപി അഭിപ്രായം ഇന്നാണ് ഇപ്പൊ സിനിമയുടെ ഒരു എന്താ പറയാ റിലീസിംഗ് എന്ന് പറയുന്നത്. മാറ്റിയ പോർഷൻസ് ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു ഇതായിട്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ആരും തന്നെ അത് മാറ്റണം എന്നൊന്നും പറഞ്ഞില്ല. സിനിമയുടെ പ്രവർത്തകരാണ്, ഈ ഒരു പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു തീരുമാനമെടുത്തതും. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനാണ് ഈ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് ഖേദം പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും. അത് മറ്റ് നടന്മാരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനായിരുന്നു ആ ഒരു ആവശ്യം എന്ന് നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും മറ്റ് ഇപ്പൊ ലോകം മുഴുവൻ സിനിമയാണ്. അപ്പൊ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചൊരു സിനിമയാണ്. അപ്പൊ ഇപ്പൊ കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഒരു ഇടപെടലൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും സിനിമയുടെ ഭാഗമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരും കാര്യങ്ങളും അതിന്റെ അണിയറ പ്രവർത്തകരും എല്ലാരും കൂടെ അത് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാം, ജനങ്ങളോടുള്ള ഒരു നീതിബോധമാണ്. പക്ഷെ ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഒരുപാട് പേര് ആ ഒരു സീൻ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോട് കൂടിയിട്ട് ഒരു എല്ലാ തരത്തിലുള്ള കാറ്റഗറി ആളുകളാണെങ്കിലും എന്താ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ അതുപോലെ ഇപ്പൊ ഏത് തരം പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരും പോയി ഈ സിനിമ കാണുന്നു. അതുപോലെ ഇത്ര സമയത്തിനുള്ളിൽ ഒരുപാട് ബുക്കിങ്ങുകൾ ഒരുപാട് പേര് ആ സിനിമ പോയി കാണുന്നു. പിന്നെ പലരും ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കണ്ടു, അങ്ങനെ ഇപ്പൊ ഒന്ന് രണ്ട് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. എന്തിനാണ് അത് ആ സീൻ ഒഴിവാക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? ഒരുപാട് തന്നെ മുഖ്യമന്ത്രി ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു CPM-ന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ രീതിയിലും ഇപ്പോ സിനിമയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. DVFIയുടെ ആൾക്കാരാണെങ്കിലും പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലും അവർ സഹകരിച്ചുകൊണ്ട് അവരതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷെ ഇത്ര നേരിടേണ്ട ഒരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്നുള്ള വിഷയത്തില് ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എനിക്ക് തോന്നുന്നു വളരെ എന്താ പറയാ, പലർക്കും യോജിക്കാൻ പറ്റുന്ന ഒരു നിലപാടാണ്. സാധാരണ ഒരു തോട്ട്സ് ആണ് സാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇത്രമാത്രമാണ് പറഞ്ഞത്. കച്ചവടത്തിനായുള്ള വെറും ഡ്രാമ മാത്രമാണ് എമ്പുരാനിൽ വിഷയത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എല്ലാം ബിസിനസ് ആണെന്ന് ജനങ്ങള് ബിസിനസ് തന്നെ, സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് സംഭവിച്ച ഒരു നാടകം മാത്രമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാനും പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഞാനും കൂടെ ചിന്തിച്ചു പോയതാണ്. വെറുതെ ഒരു കാരണവും ഇല്ലാതെ ഇത്രയും എന്താ പറയാ മികവുള്ള, അല്ലെങ്കിൽ അത്രയും നമ്മൾ നോക്കി കാണുന്ന നമ്മുടെ ലാലേട്ടനാണെങ്കിലും ഇപ്പൊ പൃഥ്വിരാജ് ആണെങ്കിലും സിനിമയിലും അഭിനയത്തിലാണെങ്കിലും സംവിധായകത്തിന്റെ ഒരു മികവിലാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹവും ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ആശീർവാദ് സിനിമാസ് ആണെങ്കിലും ഗോകുലം മൂവീസ് ആണെങ്കിലും എല്ലാവർക്കും ഈ ഒരു സിനിമ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അതിനെ കുറിച്ച് നല്ലൊരു കാര്യബോധമുണ്ട്, സമൂഹത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട്, പ്രേക്ഷകരെ കുറിച്ചുള്ള അറിവുണ്ട്. അപ്പൊ എല്ലാം തന്നെ അറിയാം. പക്ഷെ ഒരിക്കലും അവര് ഒരു തരത്തിലുള്ള വിവാദങ്ങളും വരാതെ ഇത്തരത്തിലുള്ള സീനുകൾ കട്ട് ചെയ്ത് മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡ്രാമയായിരുന്നു, ഒരു നാടകമായിരുന്നു എന്ന് നമ്മളും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരൊറ്റ ഡ്രാമയില് സിനിമ എല്ലാവരും വിചാരിച്ചു സിനിമ താഴോട്ട് പോയിന്ന്. ഒരിക്കലും പോയിട്ടില്ല. ഒരു കാരണവശാലും ഇത് സിനിമയെ യാതൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം സിനിമയ്ക്ക് യാതൊരു വിധ രീതിയിലുള്ള ഒരു താഴ്ത്തിക്കട്ടലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സിനിമയ്ക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ കുറച്ച് ആ പോർഷൻസ് ഒഴിവാക്കണം, കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നല്ലാതെ മറിച്ച് മറ്റൊന്നും ഇല്ല ഇതില്. ശരിക്കും കൂടുതലും നമ്മള് ജനങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ സിനിമ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് സിനിമയായി തന്നെ കാണുക, അതിനെ
ബിസിനസ് ആയിട്ടാണ് ഇപ്പൊ ഇവര് അതിനെ മുതലെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പരാമർശമാണ് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഇതിലും ക്രൂരമായ രീതിയിലുള്ള, അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞവര് തന്നെ പറയുന്നുണ്ട് എന്ത് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയിലൂടെ. പിന്നെ അതിലെന്താണ് പ്രശ്നം അല്ലെ? എനിക്ക് തോന്നുന്നു ഇതിപ്പോ മുഖ്യമന്ത്രിയും അനുനായികളും ഇതിനെ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇതൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള അവർക്കൊരു കൈപിടുത്തം കൂടെ ആയിരിക്കും ഇത്. കാരണം BJP പാർട്ടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഘപരിവാർ സംഘങ്ങളൊക്കെ ഇതിനെ എതിർക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ഒരുപാട് നേതാക്കൾ ഇതിനെ വിമർശിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും ഇതിനോട് യോജിക്കുന്ന ഒരു തരത്തിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയിലുള്ള പല ആൾക്കാരും കാര്യങ്ങൾ സിനിമ കണ്ട് പറഞ്ഞെങ്കിലും അല്ലാത്ത രീതിയിൽ മറിച്ച് മറ്റൊരു കാര്യങ്ങളും ഇല്ല, എതിർത്ത് സംസാരിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഇത് അടുത്തൊരു ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ കൂട്ടുപിടിക്കാനുള്ള ഒരു സംഭവമായിരിക്കും. സംശയങ്ങൾ എല്ലാ തരത്തിലുള്ള ഒരുപാട് നമ്മൾ രാഷ്ട്രീയ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ചരട് ആണോ പല രീതിയിലും പല വീഡിയോസിന്റെ താഴെയും കമന്റ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും ഒരിക്കലും കേരളം പോലെ മറ്റുള്ള UP പോലെ ആയിരിക്കത്തില്ല കേരളം, അങ്ങനെ ഒരു ചർച്ചയും കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു ആൾക്കാര് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അവരുടെ വീട് പോലും കയറി ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നേനെ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. എങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഭരിക്കുന്ന ഒരു ഭരണത്തിന്റെ ഒരു മുൻതൂക്കമാണ് അതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇനിയൊരു ചാൻസും കൂടിയാണ് ഇതിലൂടെ LDF മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചിന്തയും അതിനകത്ത് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ എന്ന് പറഞ്ഞത് ഒരു ബിസിനസ് ആയിട്ട് കാണുന്നു എന്നുള്ളൊരു വിവാദമായിട്ടുള്ള പരാമർശം വരുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു സിനിമ എന്താ പറയാ ഒരു അഭിനേതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. അപ്പൊ അതുപോലെ ആയിരിക്കും അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളിപ്പോ സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ലാലേട്ടൻ ചെയ്തതിനെ അദ്ദേഹം അങ്ങനെയാണ് അനുകൂലിച്ചത്, അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി ആണെങ്കിലും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മളെയും ഒരുപാട് ചിന്തിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് ഇതിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം എന്നുള്ള ഇതുവരെ കൃത്യമായ ഒരു കാര്യം നമുക്ക് എന്താണ് ഇതിനപ്പുറത്തേക്ക് നടന്നത് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവരും അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അതെ, എല്ലാം കൊണ്ടും സിനിമ എന്ന് പറയുന്നത് ഒരു ആസ്വാദനത്തിന്റെ ഒരു മാർഗമാണ്. അപ്പോ അതിനെ അത്രത്തോളം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, എഫേർട്ട് ഇടുന്ന, ഒരുപാട് പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മുൻതൂക്കം എന്തായാലും സിനിമയിൽ വേണം. അവരുടെയൊക്കെ ഒരു 325 കോടി രൂപയുടെ ബജറ്റിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ 350 കോടിയെങ്കിലും കളക്ഷൻ കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോ ചർച്ചകളൊക്കെ വരുന്നത്, വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം അതിനകത്ത് സത്യമുണ്ട് പൃഥ്വിരാജ് ആണെങ്കിലും തന്നെ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടും ബജറ്റിനെ കുറിച്ചും യാതൊരു കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. അത് സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പ്രതികരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ ജനങ്ങൾ കണ്ട് തീരുമാനിക്കട്ടെ അല്ലെ, സിനിമയും കലാകാരന്മാരും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം.